ഹായ് നമസ്കാരം. ലിലീസ് ലൈറ്റിലേക്ക് സ്വാഗതം. ഈ കുട്ടിക്കാലം വരെ നിലയ്ക്ക് നിർത്താൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോയതാണ് 16 വയസ്സായ കൂട്ടുകാരനെ 19 വയസ്സായ 4 പേർ ചേർന്ന് മർദ്ദിച്ചവശനാക്കി അവർ തന്നെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ഇപ്പോഴത് നാട് നീളെ ഓടി നടക്കുന്നുണ്ട്. കണ്ടിരിക്കാൻ സാധിക്കാത്ത അത്ര ക്രൂരതയാണ് അതിലുള്ളത്. സഹപാഠിയോട് അല്പം സ്നേഹം, ദയ, കരുണ ഇതൊന്നും യവന്മാർ അയിലത്ത് കൂടി പോലും പോയിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ യവന്മാർ സഹപാഠി ഇങ്ങനെ മർദ്ദിച്ച് അടിച്ചവശനാക്കിയിടുമായിരുന്നില്ലല്ലോ. ബൈബിളിൽ ഒരു വചനമുണ്ട്: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. നല്ല തല്ലും ശാസനയും കൊടുത്ത് വളർത്തേണ്ട കാലത്ത് അത് ചെയ്യാതിരുന്നാണ് ഈ കുഴപ്പമൊക്കെയും പറ്റിയത്. അമ്മമാർ വളർന്ന വീടും പഠിപ്പിച്ച അധ്യാപകരും പഠിച്ച സ്കൂളും എല്ലാം ഒരുപോലെ കുറ്റക്കാരാണ് അവരെ ശ്രദ്ധിക്കാതിരുന്നതിനാണ്. യവന്മാരെ ഇങ്ങനെ വളരാൻ വിട്ടാൽ ആ നാടിൻ്റെ സ്ഥിതി എന്താവും? ആ കുട്ടിയും ഒരച്ഛൻ്റെയും അമ്മയുടെയും മകനാണെന്നുള്ള കാര്യം അവർ മറന്നുപോയി. നാളത്തെ കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിരിക്കേണ്ട കുട്ടികളാണ് ഇങ്ങനെ മയക്കുമരുന്നും മൊബൈലും കഞ്ചാവിലും ഒക്കെ അടിമയായി ഇങ്ങനെ പോകുന്നത്. ഇവരിങ്ങനെ വളർന്നാൽ നാളെ രാഷ്ട്രീയക്കാരെ കൈ ചെന്ന് ചാടിയാൽ ഇവരൊരാളെ വെട്ടാനോ കുത്താനോ പറഞ്ഞാൽ തീർച്ചയായും ഒരു മടിയും കൂടെ അവർ ചെയ്യും. യാതൊരു സംശയമില്ല. ഇനി കൂടുതൽ പറയാനുണ്ട്, പക്ഷെ അതെല്ലാവർക്കും വിഷമത്തിന് കാരണമാവും. അതുകൊണ്ട് താങ്ക് യു.